നിലമ്പൂർ ഇലക്ഷൻ മാത്രമല്ല, കോൺഗ്രസിനകത്ത് ഒരു കീഴ്വഴക്കമുണ്ട്. ആ കീഴ്വഴക്കം അനുസരിച്ചിട്ട് കാലാകാലങ്ങൾ വരുന്ന KPCCയുടെ പ്രസിഡന്റാണ് പരമാധികാരി, പാർട്ടിയുടെ പരമാധികാരി. പാർലമെന്ററി പാർട്ടിയുടെ പരമാധികാരി എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായി കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ വിജയമുണ്ടാകുന്ന സമയത്ത് ആ വിജയത്തിൻ്റെ പരിപൂർണമായ ഉത്തരവാദികൾ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ആയിരിക്കും. വിജയമുണ്ടായാൽ സക്സസ് ഹാസ് മെനി ഫാദേഴ്സ്, അങ്ങനെയുണ്ടല്ലോ. അതേസമയം ഫെയിലുവർ ഈസ് എൻ ഓർഫൻ. ഫെയിലുവർ ഉണ്ടായി ഒരു തോൽവി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തോൽവി അനാഥമാണ്, അതിൻ്റെ പ്രതിത്വം ഏറ്റെടുക്കാൻ ആരും വരില്ല. അതേസമയം ഒരു വിക്ടറി ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു സക്സസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊരുപാട് അവകാശികൾ വരും. ഇവിടെ ഇപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, കേരളത്തിൽ ശ്രീ കരുണാകരൻ്റെയും ആന്റണിയും കാലത്ത്, അതുപോലെ തന്നെ ശ്രീ ഉമ്മൻചാണ്ടിയുടെയും രമേശിൻ്റെ കാലത്ത് അവർ നടത്തിയിട്ടുള്ള വിജയത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അവർക്കാണ്. ഇപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് സുധാകരൻ പ്രസിഡന്റായിരിക്കുമ്പോൾ അദ്ദേഹത്തിനും സതീശനുമാണ്. ഇപ്പോൾ സണ്ണി ജോസഫ് പ്രസിഡന്റായി വന്നു, VD സതീശനായി വന്നു. അതിനകത്തൊരു തർക്കത്തിന് കാര്യമില്ലല്ലോ. കേരളത്തിലൊരു പ്രതിപക്ഷ നേതാവുണ്ട്, ഒരു PCC പ്രസിഡന്റ്. അവരുടെ കൂട്ടായ ഉത്തരവാദിത്വമാണ് എല്ലാവരെയും കൂടി സഹകരിപ്പിച്ച് മുന്നോട്ട് പോകാം. ഈ നിലമ്പൂർ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ആരും അങ്ങനെ ഒറ്റയ്ക്ക് അടിച്ചെടുക്കാൻ ശ്രമിച്ചില്ലല്ലോ. സതീശന്റെ പ്രസ്താവന എല്ലാം നമ്മൾ ശ്രദ്ധിച്ചില്ലേ? അദ്ദേഹം പറഞ്ഞത് ഈ വിജയം കൂട്ടായ ഒരു കളക്റ്റീവായ ലീഡർഷിപ്പിന്റെ ഫലമാണ്. അത് കോൺഗ്രസിനകത്തെ കളക്റ്റീവ് ലീഡർഷിപ്പ്, മുന്നണിക്കകത്തെ കളക്റ്റീവ് ലീഡർഷിപ്പ്. ഇത്രയും ഐക്യത്തോടുകൂടി, ഐകമത്യത്തോടുകൂടി ഒരു തെരഞ്ഞെടുപ്പിനെയും ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ നേരിട്ടിട്ടില്ല. കാരണം ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടായിരുന്നു അവിടെ പിണറായിസത്തിനെതിരെയും മരുമോനിസത്തിനെതിരെയും മുദ്രാവാക്യം വിളിച്ച് പിണങ്ങി വന്ന ആൾ അവസാനം അയാളുടെ ആജന്മ ശത്രുവായി മാറി കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ്. അപ്പോൾ സ്വാഭാവികമായി ആ വെല്ലുവിളികളെ മുഴുവൻ അതിജീവിച്ചിട്ടാണ് ഈ 11,077 വോട്ടിന് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചത്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ്. പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് ആ ക്രെഡിറ്റ് എടുക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും ശ്രദ്ധിക്കാറുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഇത് കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഒരു ഫലമാണ്. പരാജയപ്പെട്ടിരുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും, എനിക്ക് മാത്രമാണ് പരാജയപ്പെട്ട. അങ്ങനെ പറയാനൊരു ചങ്കൂറ്റം അദ്ദേഹം കാണിച്ചില്ലേ? പരാജയപ്പെട്ടാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും, വിജയിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് മാത്രമല്ല, ഒരു കളക്റ്റീവ് ലീഡർഷിപ്പിൻ്റെ ഫലമാണ്. അതുകൊണ്ട് ഇപ്പോൾ അനാവശ്യമായൊരു വിവാദം കേരളത്തിൽ ഈ മുന്നണി 2026 അധികാരത്തിലേക്ക് വരാനുള്ള ഒരു കാൽവയ്പ്പാണ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് അനാവശ്യമായൊരു വിവാദത്തിന് ആരും മുതിരാൻ പാടില്ല. മുതിർന്നാൽ 968 കോൺഗ്രസിൽ വന്ന ആളാണ് ഞാൻ പലതും കണ്ടിട്ട് അനങ്ങാതിരിക്കുകയാണ്. ഇനി ഇത്തരം പ്രവണതകൾ കോൺഗ്രസിൽ വന്നാൽ ഞങ്ങളുമൊക്കെ അഭിപ്രായം പറയേണ്ടി വരും. പറയിപ്പിക്കാതിരിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. അത് തെറ്റാണല്ലോ. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ, അന്ന് ആരാണോ KPCC പ്രസിഡന്റ് അതിൻ്റെ അവർക്ക് രണ്ടുപേർക്കുമാണ് അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ. അന്ന് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്ത് അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനായിട്ട് വേറെ ആരെങ്കിലും വന്നായിട്ട് നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് കാണിച്ചു തരാമോ? ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും നേതൃത്വത്തിലുണ്ടായിരുന്ന കാലത്ത് എന്തൊക്കെ കേരളത്തിൽ നിന്നിട്ടുണ്ടോ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും രമേശിനും ഉമ്മൻചാണ്ടിക്കുമാണ്. അന്ന് ഒരു അവകാശവാദവുമായി ആരും വന്നിട്ടില്ല. ഇപ്പോൾ അത്തരം ഒരു അവകാശവാദം ആരെങ്കിലും ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് അനാവശ്യമാണ്. ഒരു കാരണവശാലും അത് കോൺഗ്രസ് പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഭൂഷണമല്ല. അതേ എനിക്ക് പറയാനുള്ളൂ. ഈ കാലാകാലങ്ങളിൽ ആരാണോ നേതൃത്വത്തിൽ, ആ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്കാണ് പരാജയം ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം, വിജയം ഉണ്ടായാൽ അതിൻ്റെ ക്രെഡിറ്റ് അവർക്കാണ്. എന്ത് കൂട്ടായ നേതൃത്വമാണെന്ന് പറഞ്ഞാൽ പോലും ലീഡർഷിപ്പിൽ ഇരിക്കുന്നവർക്കല്ലേ അതിൻ്റെ പിതൃത്വം. ഒന്നാലോചിച്ച് നോക്കേ, ലീഡർഷിപ്പിൽ ആരാണോ, അത് AK ആന്റണി കരുണാകരൻ്റെ കാലത്ത്, ഉമ്മൻചാണ്ടി രമേശിൻ്റെ കാലത്ത്, അപ്പോൾ ഇത് ആരാണോ മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് വരുന്ന കാലത്തും എല്ലാം കൂട്ടായ നേതൃത്വമാണെങ്കിലും അതിൻ്റെ ക്രെഡിറ്റ് കൊണ്ടുപോകുന്നത് PCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമാണ്. അതിന് യാതൊരു തർക്കവുമില്ല. പഴയ കാലത്ത് ഇത്തരം അവകാശവാദങ്ങളുമായി ആരും വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത.
ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ ക്ലാരിറ്റി കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. ശ്രീ കരുണാകരൻ്റെയും ആന്റണിയുടെ കാലത്ത്, ശ്രീ ഉമ്മൻചാണ്ടിയുടെയും രമേശിൻ്റെ കാലത്ത്, ശ്രീ രമേശിൻ്റെയും പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെയും കാലത്ത് അന്ന് നടന്നിട്ടുള്ള സകല വിജയപരാജയങ്ങളുടെയും ക്രെഡിറ്റ് PCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവിനുമായിരുന്നു. അന്നൊന്നും മൂന്നാമതൊരാൾ ഇത്തരം അവകാശവാദവുമായി രംഗത്ത് വന്നിട്ടില്ല. ഇതൊരു പുതിയ പ്രവണതയാണ് നമ്മൾ കാണുന്നത്. കേരളത്തിലൊരു PCC പ്രസിഡന്റ് നിലവിലിരിക്കുമ്പോൾ, പ്രതിപക്ഷ നേതാവ് നിലവിലിരിക്കുമ്പോൾ അവർക്ക് അതീതനായ ഒരു ശക്തി എന്ന് പറയുന്നത് ഇന്ന് വരെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പാടില്ല. കാരണം ഹൈക്കമാൻഡാണല്ലോ ഇവരെ വെക്കുന്നത്. ഇപ്പം സണ്ണി ജോസഫിനെ ആരാണ് വെച്ചത്? ഹൈക്കമാൻഡാണ് വെച്ചത്. ശ്രീ VD സതീശനെ ആരാ വെച്ച്? ഹൈക്കമാൻഡാണ് വെച്ച്. അപ്പോൾ അവർക്കൊരു പീരീഡ് ഉണ്ട്. ആ പീരീഡിൽ അവരെ അനുസരിച്ച് അവരുടെ വിജയം എന്ന് പറയുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ വിജയമല്ലേ. അവർ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ ഇന്ന് നേതൃത്വത്തിൽ അവരിയ്ക്കുന്നു. എല്ലാവരെയും കൂടെ സഹകരിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ആസ് എ ഹോൾ കിട്ടുന്നത് ആ സ്ഥാനത്തിരിക്കുന്നവർക്കാണ്. അതിൽ നമ്മൾ ആരും അസൂയപ്പെട്ട് കാര്യമില്ല.